ഇന്ന് ഞാൻ പറയുന്നത് ഒരു ഐതിഹ്യ കഥയാണ്. ഈ കഥ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല എന്നൊരു പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഒരു ഐതിഹ്യ കഥയാണ്. ഒരു ഗുരുവിൻ്റെയും ശിഷ്യന്റെയും കഥയാണ് കേട്ടോ. നിങ്ങൾ കാളിദാസനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കാളിദാസനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഉണ്ടോ? മഹാകവി കാളിദാസൻ, മണ്ടനായ ഒരാൾ മഹാകവി കാളിദാസനാകുന്ന ഒരു കഥയുണ്ട്. അത് ഞാൻ വേറൊരു ക്ലാസ്സിൽ പറഞ്ഞുതരാം. കാളിദാസന്റെ കുമാരസംഭവം എന്നൊരു കാവ്യമുണ്ട്. ആ കാവ്യം കാളിദാസൻ രചിക്കാൻ പ്രചോദനമായ ഒരു കവിയുണ്ട്. ആ കവിയുടെ പേരാണ് പ്രഭാകര കവി, സുകുമാര കവി എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ സുകുമാര കവി ഗുരുനാഥന്റെ അടുക്കൽ പഠിക്കുകയാണ്. പണ്ട് അങ്ങനെയായിരുന്നല്ലോ, ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നല്ലോ പണ്ട്. ഇപ്പോഴല്ലേ നമുക്ക് സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ ആയത്, അല്ലേ? പണ്ട് കാലത്ത് ഒരു ഗുരുവിന്റെ വസതിയിൽ താമസിച്ച് പഠിക്കണം. ഇവിടെ സുകുമാരൻ എന്ന മിടുക്കനായ ആ വിദ്യാർത്ഥി ഒരു ഗുരുവിന്റെ വസതിയിൽ താമസിച്ച് പഠിക്കുകയാണ്. ഒരുപാട് കുട്ടികളുണ്ട്. മിടുക്കനായിരുന്നു സുകുമാരൻ, പഠിക്കാൻ ബഹുമിടുക്കൻ. മറ്റുള്ള കുട്ടികളെക്കാൾ മിടുക്കനായിരുന്നു അവൻ. ഒരിക്കൽ ഹൃദയസ്ഥമാക്കിയാൽ പിന്നീട് ഒരിക്കലും മറക്കുകയില്ല. ഒരു കാര്യം ഒരു പ്രാവശ്യം കേട്ടാൽ മതി, അപ്പൊ തന്നെ അത് മനഃപ്പാഠമായിരിക്കും. പക്ഷേ ഗുരുനാഥൻ അവനെ സദാ നേരവും വഴക്കു പറയുകയും അടിക്കുകയും ചെയ്തിരുന്നു. വിട്ടി, ശുദ്ധനായ വിട്ടി, പഠനകാര്യത്തിൽ ജാഗ്രത ഇല്ലാത്തവനാണ്. നന്നായി പഠിച്ചാലും വഴക്കു പറയും. പക്ഷെ അവന് ഗുരുനാഥനോട് ദേഷ്യമൊന്നുമില്ല. ഗുരുനാഥൻ എത്ര വഴക്കു പറഞ്ഞാലും അടിച്ചാലും ഒന്നും ഗുരുനാഥനോട് ഒട്ടും ദേഷ്യമില്ല. അവൻ ആ ഗുരുനാഥനെ ആദരിച്ചു, പൂജിച്ചു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഒരു സംശയം ചോദിക്കാൻ സുകുമാരൻ ഗുരുനാഥന്റെ അടുത്തെത്തി. ഗുരുനാഥന് പെട്ടെന്ന് ദേഷ്യം വന്നു. നാം എത്ര തവണ ഇത് പറഞ്ഞു, ഇതുവരെ നിനക്ക് മനസ്സിലാക്കാൻ കഴിയില്ലേ വിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുനാഥൻ ഒരു വടിയെടുത്ത് സുകുമാരനെ അടിക്കാൻ തുടങ്ങി. തലങ്ങും വിലങ്ങും അടിക്കാൻ തുടങ്ങി. അവന്റെ കൈകാലുകൾ മുറിഞ്ഞു, ചുണ്ടുപൊട്ടി ചോര ഒഴുകി. അവൻ പൊട്ടിക്കരയുകയാണ്. നിങ്ങൾ എനിക്കിനി കാണണ്ട, പൊയ്ക്കോ, എങ്ങോട്ടെങ്കിലും പൊയ്ക്കോ. അങ്ങനെ സുകുമാരനെ അവിടെ നിന്നും പുറത്താക്കി. പാവ സുകുമാരൻ കരഞ്ഞുകൊണ്ട് അവൻ കാട്ടിലേക്ക് പോയി. അവിടെ ഒരു മരച്ചൂട്ടിൽ ചെന്നിരുന്നു. അവന് വല്ലാത്ത വിഷമം. ഗുരുനാഥൻ എന്തിനാ എന്നെ ഇങ്ങനെ അടിക്കുന്നത്? എന്തിനാ ഇങ്ങനെ വഴക്കു പറയുന്നത്? ഞാൻ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയല്ലേ, എന്നിട്ടും എന്താ എന്നെ ഇങ്ങനെ? മറ്റുള്ള കുട്ടികൾ എന്ത് ചെയ്താലും ഗുരുനാഥന് ഒരു ദേഷ്യമില്ല. പക്ഷെ ഞാൻ ഒരു ചെറിയ തെറ്റിന് പോലും ഗുരുനാഥൻ എന്നെ ശിക്ഷിക്കുക. അങ്ങനെ ഇരുന്ന് കരയുകയാണ് സുകുമാരൻ. കുറച്ച് കഴിഞ്ഞപ്പോ അവന് ഗുരുവിനോടുള്ള പക വളർന്നു, ദേഷ്യമായി. ഇനി അയാള് ഒരു കുട്ടിയെ അടിക്കരുത്. എന്നെ ഇത്ര ക്രൂരമായി മർദ്ദിച്ച അയാളോട് എനിക്ക് പ്രതികാരം ചെയ്യണം. അങ്ങനെ സുകുമാരൻ എന്ത് ചെയ്യുന്നറിയാമോ? സുകുമാരൻ ഒരു വലിയ കല്ല് താങ്ങിയെടുത്തു. എന്നിട്ട് അതുകൊണ്ട് ഗുരുനാഥൻ കിടക്കുന്ന ആ ശയനമുറിയുടെ തട്ടിൻപുറത്ത് കയറി ഒളിച്ചിരിക്കും. ഇന്ന് രാത്രി ഗുരുനാഥൻ ഉറങ്ങാൻ കിടക്കുമ്പോ ഈ കല്ല് അയാളുടെ തലയ്ക്ക് മേലേക്കിടും. ആ തല ചതഞ്ഞരഞ്ഞ അയാൾ ചാകണം. അങ്ങനെ സ്വന്തം ഗുരുനാഥനെ കൊല്ലുന്നതിന് വേണ്ടി സുകുമാരൻ ആ തട്ടിൻപുറത്ത് കയറി ഒളിച്ചിരിക്കുകയാണ് ഒരു കല്ലുമായി. നേരെ സന്ധ്യ കഴിഞ്ഞു. സന്ധ്യ കഴിഞ്ഞപ്പോ ഗുരുവിന്റെ ഭാര്യ വന്ന് അദ്ദേഹത്തെ വിളിച്ചു. അത്താഴ കാലായി, വരണില്ലേ? അത്താഴം എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് രാത്രി കാലത്തെ ഭക്ഷണത്തിന് അത്താഴം എന്നാണ് പറഞ്ഞിരുന്നത്. കേട്ടിട്ടുണ്ടോ അങ്ങനെ? അത്താഴം എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലേ? അത്താഴം അന്ന് അങ്ങനെ വിളിക്കുന്നത്. അങ്ങനെ വിളിക്കും. അത്താഴ കാലായി, അത് ഊണ് കാലായി, പ്രാതൽ റെഡിയായി. പ്രാതൽ എന്ന് വെച്ചാൽ എന്താണ്? പ്രാതൽ രാവിലത്തെ ഭക്ഷണത്തിന്, ബ്രേക്ക്ഫാസ്റ്റിനായിരുന്നു പ്രാതൽ എന്ന് പറഞ്ഞിരുന്നത് പണ്ട്. അപ്പൊ അത്താഴം കഴിക്കാൻ അത്താഴ കാലായി, വരണില്ലേ? ഗുരുപത്നി വിളിച്ചു. അപ്പൊ ഗുരുനാഥൻ പറഞ്ഞു, ഇല്ല, ഞാൻ വരുന്നില്ല. എന്തു പറ്റി? മുഖം വല്ലാതിരിക്കുന്നല്ലോ, എന്താ ഒരു വിഷമം? ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലല്ലോ, എന്തു പറ്റി? ഗുരുനാഥൻ പറഞ്ഞു, നമ്മുടെ സുകുമാരനെ ഞാനിന്ന് ഒരുപാട് തല്ലി, എന്നൽപ്പം ക്രൂരമായി പോയി. പാവം, അവൻ എങ്ങോട്ടോ പോയി. എനിക്ക് വല്ലാത്ത സങ്കടം. അവൻ ഇത്രമാത്രം ഉപദ്രവിക്കണ്ടായിരുന്നു. അപ്പൊ ഗുരുപത്നി പറഞ്ഞു, ശരിയാ, എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തിനാ പാവം കുട്ടി എങ്ങനെ വല്ലാതെ മർദ്ദിക്കുന്നത്, അടിക്കുന്നത്? അവൻ നന്നായി പഠിക്കുന്ന ശിഷ്യനല്ലേ, എന്നിട്ടും എന്തിനാ അവനെങ്ങനെ ഉപദ്രവിക്കുന്നത്? അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു, അവൻ മിടുക്കനാണ്. എന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും ഇഷ്ടം
എനിക്ക് അവനോടാണ്. നാളെ അവൻ ലോകമറിയപ്പെടേണ്ട ഒരാളാണ്. അത്രയ്ക്ക് മിടുക്കനാണ് അവൻ. പക്ഷേ അവനോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണ് ഞാൻ അവനെ അടിക്കുന്നത്. പഠനത്തിൽ ശ്രദ്ധ കുറയാതിരിക്കാൻ. അവനെ എപ്പോഴും അംഗീകരിച്ചാൽ അവൻ അഹങ്കാരിയായി തീരും. അവന് പഠനത്തിലുള്ള ശ്രദ്ധ കുറയും. അതുകൊണ്ടാണ് ഞാൻ അവനെ ഇങ്ങനെ അടിക്കുന്നത്. അല്ലാതെ അവന് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, സ്നേഹം കൂടുതൽ കൊണ്ടാണ് അവനെ ഞാൻ അടിക്കുന്നത്. പക്ഷെ ഇന്ന് അല്പം ക്രൂരമായി പോയി. എൻ്റെ കുട്ടി എങ്ങോട്ടോ പോയി, ദേഷ്യം കൊണ്ട് ചെയ്തു പോയതാ. ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നാളെ ഞാൻ എവിടെയെങ്കിലും പോയി എൻ്റെ കുട്ടിയെ കണ്ടുപിടിച്ച് ഞാൻ കൊണ്ടുവരും. ഈ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് മുകളിൽ ഒരാളിരിപ്പുണ്ട്. ആരാ? സുകുമാരൻ അല്ലേ? സുകുമാരൻ ഇത് കേട്ടു. ഗുരുനാഥന്റെ വാക്കുകളെല്ലാം കേട്ടു. കേട്ടപ്പോ അവൻ വെട്ടിത്തെറിച്ചു നിന്ന് പോയി. എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന, എന്നോട് ഇത്ര ഇഷ്ടമുള്ള എന്റെ ഗുരുനാഥനെയാണോ ഞാൻ കൊല്ലാൻ തുനിഞ്ഞത്? ഞാൻ എത്ര പാവിയാണ്! സ്വന്തം ഗുരുനാഥനെ കൊല്ലാൻ തുനിയ ഞാൻ എത്ര പാവിയാണ്! എനിക്ക് അദ്ദേഹത്തോട് മാപ്പ് പറയണം, മാപ്പ് ചോദിക്കണം. അങ്ങനെ സുകുമാരൻ തട്ടിൻപുറത്തു നിന്നും താഴെ ഇറങ്ങി ഗുരുനാഥന്റെ അടുത്ത് വന്നു. അവനെ കണ്ടപ്പോ ഗുരുനാഥന് സന്തോഷമായി. എന്റെ സുകുമാരൻ വന്നല്ലോ, എനിക്ക് സന്തോഷമായി. അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഗുരുനാഥന്റെ കാൽക്കൽ വീണു. ഗുരുനാഥ, എന്നോട് ക്ഷമിക്കണം. അരുതാത്തൊരു പാപചിന്ത എന്റെ മനസ്സിൽ വന്നു. അകെ കൊല്ലാൻ വേണ്ടിയാണ് ഞാൻ ഇതിന് മുകളിൽ കയറി ഒളിച്ചിരുന്നത്. ഗുരുനാഥൻ പറഞ്ഞു, സാരമില്ല, അതൊക്കെ സാരമില്ല, നീ പോയി ശ്രമിച്ചോളൂ. നാളെ മുതൽ നീ പഠിക്കാൻ വരണം കേട്ടോ. ഇനി ഞാൻ നിന്നെ അടിക്കില്ല, ഉപദ്രവിക്കില്ല. രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. കാരണം എല്ലാമായ എനിക്ക് വിദ്യ പറഞ്ഞു തരുന്ന എന്റെ ഗുരുനാഥനെയാണ് ഞാൻ കൊല്ലാൻ തുനിഞ്ഞത്. അത് എന്തൊരു പാപമാണ്! വല്ലാത്ത കുറ്റമല്ല ഞാൻ ചെയ്തത്. അവൻ ഉറങ്ങാൻ കഴിയുന്നില്ല. അന്ന് രാവിലെ സുകുമാരൻ ബ്രാഹ്മണ സഭയിലെത്തി. അവിടെ ആ ബ്രാഹ്മണ സഭയിലെത്തി ചോദിച്ചു, ഗുരുവിനെ കൊല്ലാൻ ശ്രമിച്ച കുറ്റത്തിന് എന്ത് ശിക്ഷയാണ് നൽകുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഗുരുഹത്യ ചിന്ത മഹാപാപമാണ്. അതിന് ഒരു പരിഹാരമേ ഉള്ളൂ. ഉമിത്തി കൂട്ടി അതിന് നടുവിൽ നിന്ന് നീര് വരിക്കുക. ഉമി കൊണ്ട് മൂടിയിട്ട് അതിന് നടുവിൽ നീര് വരിക്കണം, ഉമിത്തിയിൽ നീര് വരിക്കണം. അതായിരുന്നു ഗുരുനാഥനെ കൊല്ലാൻ ശ്രമിച്ചാലുള്ള ശിക്ഷ. ആ ശിക്ഷ സ്വയം നടപ്പിലാക്കാൻ അവൻ തീരുമാനിക്കുകയാണ്. അവൻ ആരോടും ഒന്നും പറഞ്ഞില്ല. അവൻ കുറെ ഉമി ശേഖരിച്ചു. ദൂരെ ഒരിടത്ത് പോയി തനിക്ക് കഴുത്ത് ഉമി കൊണ്ട് മൂടി. എന്നിട്ട് 4 ഭാഗത്തും തീ കൊളുത്തി. ആ ഉമിത്തി അങ്ങനെ നീറി പടരുകയാണ്. സുകുമാരൻ ഒന്ന് ചിന്തിച്ചു, ഞാൻ മരിക്കാൻ പോവുകയാണ്. എന്റെ പേര് ഈ ഭൂമിയിൽ എന്നും നിലനിൽക്കണം. അതിനുവേണ്ടി സുകുമാരൻ എന്തേന്നറിയാമോ? അവിടെ നിന്ന് ഒരു കാവ്യമുണ്ടാക്കി ഉറക്കെ ചൊല്ലിത്തുടങ്ങി. കൂട്ടുകാര് അത് കേട്ട് എഴുതി. ആ കാവ്യത്തിന്റെ പേരാണ് ശ്രീകൃഷ്ണവിലാസം കാവ്യം. പക്ഷെ ആ കാവ്യം പൂർത്തീകരിക്കാൻ സുകുമാരനായില്ല. അതിനു മുമ്പ് ഉമിത്തിയിൽ നീറി സുകുമാരൻ മരിച്ചു. ഈ ശ്രീകൃഷ്ണവിലാസം എന്ന കാവ്യം പിൽക്കാലത്ത് കാളിദാസൻ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ കാളിദാസനെ കുറിച്ച്, കാളിദാസൻ ഈ കാവ്യം പൂർത്തീകരിക്കാൻ ശ്രമിച്ചു. അത് പൂർത്തീകരിക്കാൻ ശ്രമിച്ചു. ബാക്കി വരികൾ കൂടി എഴുതാം. അങ്ങനെ എഴുതാൻ തുടങ്ങിയപ്പോ ഒരു അശരീരി കേട്ടു, കാളിദാസ, നീ അത് പൂർത്തീകരിക്കാൻ നോക്കണ്ട, പട്ടുനൂലിനോട് ഒരു വായുനാര് ഏറ്റുകെട്ടുന്നത് പോലെയാകും. എന്നുവെച്ചാൽ എന്താണ്? അത്രയ്ക്ക് ബൃഹത്തായ ഒരു കാവ്യമാണ് ശ്രീകൃഷ്ണവിലാസം കാവ്യം. അതിന്റെ ബാക്കി വരികൾ നീ എഴുതിയാൽ, കാളിദാസൻ എഴുതിയാൽ, അത് പട്ടുനൂലിനോട് ഒരു വാഴവള്ളി വെച്ച് കെട്ടുന്നത് പോലെയാകും എന്നാണ്. അപ്പോൾ കാളിദാസൻ വിചാരിച്ചു, ഇല്ല, ഞാനിത് പൂർത്തീകരിക്കുന്നില്ല, പക്ഷേ ഇതുപോലെ ഞാൻ മറ്റൊരു കാവ്യം എഴുതും. അങ്ങനെയാണ് കുമാരസംഭവം എന്ന കാവ്യം കാളിദാസൻ എഴുതുന്നത്. ഇതാണ് ഗുരുഭക്തി. ഇത് 8ാം ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠഭാഗമാണ്. ഈ കഥ ഇഷ്ടമായോ? മാതാപിതാ ഗുരുദേവം എന്നല്ലേ പറയുന്നത് അല്ലേ? മാതാവിനെയും പിതാവിനെയും ഗുരുനാഥനെയും ദൈവത്തെ പോലെ കാണണം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? ഇതാണ് സുകുമാരന്റെ കഥ കേട്ടോ. ഈ കഥ ഐതിഹ്യമാല എന്ന പുസ്തകത്തിലുള്ളതാണ്. നമ്മുടെ ലൈബ്രറിയിൽ ആ പുസ്തകമുണ്ട്, ഐതിഹ്യമാല എന്ന പുസ്തകമുണ്ട്. അത് എഴുതിയത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയാണ്.
പറ്റുമെങ്കിൽ നിങ്ങളൊക്കെ ആ കഥകളൊക്കെ എടുത്ത് വായിക്കണം കേട്ടോ. ലൈബ്രറി പീരീഡ് പോകുമ്പോൾ പുസ്തകങ്ങളൊക്കെ വായിക്കണം കേട്ടോ. ഓക്കെ.